നമസ്കാരം. ഗുളിയ ഗുളിയ ഗുളിക കൊണ്ടുപോവാ മോളെ. സീരിയൽ കാണാൻ പോവാ. ഇരുന്ന് ഉറങ്ങിക്കളയല്ലേ. 7:30 അടിക്കുമ്പോ വരണം. 7:30 അടിക്കുമ്പം വരണം. ഒന്റെ ആട്ടും തുപ്പും കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്. സിക്കന്ദറും അബൂട്ടിയും നിന്നെ കണ്ട് മാപ്പ് പറയണമെന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്നതാ. പക്ഷെ ഇങ്ങോട്ട് വരാൻ എനിക്ക് മാത്രമേ അനുവാദം കിട്ടിയുള്ളൂ. നിന്നെ ഞങ്ങൾക്ക് വേണം. സുപ്രീം കോടതി വരെ പോയാലും ശരി, നിന്നെ ഞങ്ങൾ പുറത്തിറക്കും. ഇല്ലെങ്കിൽ ബാബയുടെ ആത്മാവ് പൊറുക്കൂല. ഏകലോചനം ചെയ്യാനറിയാവുന്ന ഏക കഥകളി നടൻ ഈ കാരക്കൽ ഈശ്വരൻ നമ്പൂതിരിയാണ്. ഈ ഏകലോചനം കൊച്ചു കാര്യമാണോ? മുഖത്തിൻ്റെ 2 ഭാഗത്ത് 2 ഭാവങ്ങൾ വരണം ഒരേ സമയത്ത്. എന്താ കഴിയോ? അതറിയാവുന്ന ഒരാളും ജീവിച്ചിരിപ്പില്ല, ഈ ഞാൻ ഒഴികെ. തകഴി കുഞ്ചുകുറുപ്പ് ഈ മലയാളം കണ്ട മഹാകഥകളി നടൻ. അദ്ദേഹം ഡൽഹിയിൽ പോയി പ്രസിഡന്റ് രാധാകൃഷ്ണന് മുമ്പിൽ കഥകളി ആടി. സാക്ഷാൽ രാധാകൃഷ്ണൻ തലപ്പാവൂരി അദ്ദേഹത്തെ വണങ്ങി എന്നാണ് കഥ. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മഹാനടൻ തോട്ടം ശങ്കരൻ നമ്പൂതിരി, എൻ്റെ അഭിവന്ദ്യ ഗുരു. ഞാൻ ആരാകേണ്ടവനാ? പറ്റിപ്പോയി, എപ്പോഴോ പറ്റിപ്പോയി. കുരുത്തക്കേട്, ഈ കുരുത്തക്കേട് ഞാൻ അർഹിക്കുന്നുണ്ടോ മാപ്പിളെ? തലയിലുറയ്ക്കാത്ത കിരീടം, അരയിലുറയ്ക്കാത്ത കച്ച.
ഡോ മാപ്പിളെ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നിന്റെ മനസ്സ് ഞാൻ കാണുന്നു. അവളെ പൊന്നുപോലെ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നേ. പക്ഷേ നല്ല നിലയിൽ എത്തിക്കാൻ ജാതിയും മറ്റും മറക്കേണ്ട കാലമായി നമ്മുടെ ഈ ദൈവത്തിൻ്റെ നാടിന്. ഗ്ലോബലേഷൻ്റെ കാലമല്ലേ ഇത്? നീ എനിക്ക് ഡോളറല്ലേ കിമ്പളം തരുന്നത്? നമ്മുടെ പുരയിടവും ഗ്ലോബലേഷൻ്റെ ഭാഗം തന്നെ. ഒരുണങ്ങിയ വേലി, അത് ചെതൽ നിന്ന് തീരുമ്പം നമ്മളെല്ലാം ബന്ധുക്കളും. പോരാ പോരാ ഇരട്ടിച്ചാട്ടെ. ഇത് നിനക്ക് തന്നെ വേണ്ടിയാ മാപ്പിളെ. അവളുടെ തടി നിനക്കുള്ളതല്ലേ. എടോ നമ്പൂരി, ഈ നന്ദി എന്നൊരു വാക്ക് മുദ്രയാക്കിയെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പൊയ്ക്കൂടെ? ആ, അതൊരു ശാപമാണോ നമ്മുടെ ഭാഷയുടെ? നന്ദിന്ന് എത്ര പേര് ഈ നാട്ടിൽ പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാരഥന്മാരാരും അങ്ങനെ ഒരു മുദ്രയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. നാണക്കേടാടോ മാപ്പിളെ, നമ്മുടെ സംസ്കാരത്തിന് തന്നെ നാണക്കേട്. എന്നാലും താങ്ക്സ്. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും മറ്റും കാശ് തീരാറായി. അമ്മാവനെന്നെ കാണാൻ വന്നില്ലെങ്കിൽ എല്ലാരും പട്ടിണിയാവും. ഇട്ടേച്ച് പോയാലും കുഞ്ഞിനെ തന്ന അച്ഛനെ മറക്കാൻ ഒക്കത്തില്ല. മോനെ, പെറ്റിടുന്നത് നമ്പൂരിശാരാണെങ്കിലും അച്ഛൻ്റെ ഗുണദോഷങ്ങളൊക്കെ കാണും. അതിപ്പോ ശാപമാവാം, നല്ലതിനും ആവാം. ഒരമ്മയുടെ തലയിലെടുത്ത് പോലെ ഇരിക്കും. പെണ്ണ് സ്ത്രീ ആവുന്നതേ വേലി കഴിക്കുമ്പോഴല്ലയോ പണ്ടൊക്കെ. എന്റെ മോടെ കഷ്ടപ്പാടും മറ്റും ഞാനും കാണുന്നില്ലയോ? ദാ നോക്ക്, പെണ്ണ് ഭരിച്ചാലും വാഴിയാലും അവസാനം പുരുഷന് നൊമ്പരം കൊള്ളിക്കാനുള്ള സൗന്ദര്യവും മാംസവും തന്നെ. മോനമ്മ നമ്പൂരിശാര് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പറയുന്നതും പറയാത്തതൊക്കെ മനസ്സിലാവുന്നുണ്ട്. വാ.